കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പ്രതിപാദിക്കപ്പെടുന്ന പറയപെറ്റ പന്തിരുകുലം പാലക്കാട് മലപ്പുറം ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിലായാണ് പടർന്നു കിടക്കുന്നത്. പറയപെറ്റ പന്തിരുകുലത്തിലെ അഞ്ചാമനായ നാരായണത്ത് ഭ്രാന്തൻ വേദം പഠിക്കുന്നതിനായി എത്തിയ മന ഇന്നും നിലനിൽക്കുന്നു. മനയുടെ പഴക്കം ഗണിക്കുമ്പോൾ പറയപെറ്റ പന്തിരുകുലമെന്ന ഐതിഹ്യവും ചരിത്രവും ഗ്രാമകഥകളും ചേർന്ന പന്തിരുകുലത്തിനോളം പ്രായം ഉണ്ടായേക്കും. മനയിലെ പൂർവികരെല്ലാം ഓർമ്മയായെങ്കിലും മനയുടെ അവകാശികളും പിന്തുടർച്ചക്കാരും ഇന്നും കേടുകൂടാതെ നാരായണത്ത് മന സൂക്ഷിച്ചു പോരുന്നു. വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിലെ പ്രമുഖ പണ്ഡിതനായിരുന്ന വരരുചിക്കും പഞ്ചമിക്കുമുണ്ടായ മക്കളിൽ അഞ്ചാമനായി പിറന്ന കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിക്കുകയും പാലക്കാട് ചെത്തല്ലൂരുള്ള നാരായണത്ത് മനയിലുള്ളവർക്ക് ലഭിക്കുകയും പിന്നീട് അദ്ദേഹം വേദം പഠിക്കുന്നതിനായി തിരുവേഗപ്പുറയിലേക്ക് എത്തിയതായിട്ടുമാണ് ചരിത്രം. നാരായണത്ത് മനയോട് ചേർന്ന് ശ്രീ അയ്യപ്പന്റെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. രാവിലെ രായിരനല്ലൂർ മലയുടെ മുകളിലെ ക്ഷേത്രത്തിലും വൈകുന്നേരം മനയിലുമാണ് പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത്. രായിരനല്ലൂർ മലയുടെ മുകളിൽ വെച്ച് നാരായണത്ത് ഭ്രാന്തന് ദർശനം നൽകിയ ദുർഗാദേവിക്ക് കുന്നിന്റെ മുകളിലെ ക്ഷേത്രത്തിൽ നിന്ന് നാരായണത്ത് മന കാണണമെന്നും ആയതിനാൽ തന്നെ ഒരു കാലത്തും മനയുടെ ഉയരം കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ലെന്നാണ് ശാസനം എന്നുമാണ് ഗ്രാമകഥകൾ. സ്വയം കാലിൽ പൂട്ടിയ ചങ്ങലയുടെ ഇരുമ്പ് കനം വലിച്ചുകൊണ്ട് ഈ മണ്ണിലൂടെയാണ് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമെന്ന് പറഞ്ഞ് ഭ്രാന്താചലം എന്ന പാറ ലക്ഷ്യമാക്കി ഭ്രാന്തൻ നടന്നു നീങ്ങിയത്. ഭ്രാന്തന്റെ മന്തു പിടിച്ച കാലടികൾ പതിഞ്ഞ മണ്ണിൽ നിൽക്കുമ്പോൾ മൃതിയുടെ ഉള്ളറകളിൽ നിന്ന് ഭൂതകാലത്തിന്റെ കനത്ത വേരുകൾ പാദങ്ങളിലൂടെ പടർന്നു കയറുന്ന വിറയൽ അനുഭവപ്പെടുന്നുണ്ട്. മാവും മന്ദാരവും പൂത്തു നിൽക്കുന്ന നാരായണത്ത് മനയുടെ പടിപ്പുര കടന്നു ചെല്ലുന്നത് രായരനല്ലൂർ മലയുടെ പ്രവേശന കവാടത്തിലേക്കാണ്. 450 പടവുകൾ കയറി മാത്രമേ മലയുടെ മുകളിലെത്താൻ ആവൂ. തുലാമാസം 1-ാം തീയതി പരമ്പരാഗതമായ കാനനപാതയിലൂടെയും മലയിലെത്താൻ സാധിക്കും. ഉയരങ്ങൾ എത്ര കീഴടക്കിയാലും ഒരു നിമിഷം മതി എല്ലാം താഴേക്ക് വീണടിയാനെന്ന ജീവിതത്തിന്റെ നശ്വരത ലോകത്തോട് കാണിച്ചു തന്നവന് മനുഷ്യനിട്ട പേരാണ് ഭ്രാന്തൻ. നാരായണത്ത് മനയിലെ ഭ്രാന്തനെ കാലങ്ങൾക്കിപ്പുറത്ത് പുറത്തു പറയാത്ത അനേകം ഭ്രാന്തുകൾക്കുടമയായ മനുഷ്യർ നാരായണത്ത് ഭ്രാന്തൻ എന്ന് വിളിച്ചു. നാരായണത്ത് ഭ്രാന്തൻ മലയുടെ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റുകയും താഴേക്ക് തള്ളിയിട്ട് ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തത് രായരനല്ലൂർ മലയിൽ വെച്ച്. വഴിയുടെ ഇരുവശവും നിറയുന്ന കാട്ടുപൂക്കൾ നേരം വെളുത്തോ എന്നറിയാൻ തല നീട്ടുന്ന വിളമ്പിപ്പൂച്ചയെ പോലെ കണ്ണു തുറക്കുന്നു. മഞ്ഞിന്റെ കുളിരുന്ന പുതപ്പ് വലിച്ചു മാറ്റിക്കൊണ്ട് കാക്കപ്പൂവും ശംഖുപുഷ്പവും പിച്ചിയും മുക്കുറ്റിയും പിന്നെ പേരറിയാ പൂക്കളും കണ്ണു ചിമ്മിത്തുടങ്ങി. താഴ്വരയിൽ നിഴലും വെളിച്ചവും വേർതിരിയുന്ന കാഴ്ചകൾക്കും താഴെ ഇനിയും എത്താത്ത സൂര്യകിരണങ്ങളെയും കാത്ത് ഗ്രാമം ഉറക്കച്ചടവിന്റെ അലസതയോടെ പച്ച നിറമുള്ള പുതപ്പണിഞ്ഞു കിടക്കുന്നു. പടവുകൾക്കിരുവശവും മാനത്തോളം ഉയർന്നു നിൽക്കുന്ന മരങ്ങളാണ്. അരിനെല്ലിയും പയ്യാനിയും കരിവേങ്ങയും ഇലവും കാഞ്ഞിരവും സൂര്യകിരണങ്ങളെ തടഞ്ഞു നിർത്തി ഇരുൾ കാട് തീർക്കുന്നു. ആറ്റക്കറുപ്പനും ചെമ്പോത്തും മണ്ണാത്തിക്കിളിയും പിന്നാരനും നാട്ടിലെ കിളിയും മരങ്ങളിൽ കൂടുകൂട്ടിയിരിക്കുന്നു. കണ്ടു തീർക്കാനാകാത്ത എത്ര കാഴ്ചകളുടെ വൈവിധ്യമാണ് പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. പുഴയിലെ ഒഴുക്കിനോട് സമമായ ജീവിതത്തിൽ ഇടയ്ക്കെങ്കിലും ഒഴുകിയെത്തുന്ന പ്രതിബന്ധങ്ങളെ എതിരിടാൻ ശ്രമിക്കുന്നത് ഒഴുക്കിനെതിരെ നീന്തുന്ന പ്രതീതിയെ ഉളവാക്കുകയുള്ളൂ. എല്ലാത്തിനും സാക്ഷിയാവുക, ഒഴുകുക. സമയമെത്തുമ്പോൾ ആഴിയിലേക്ക് പതിച്ച് ഒരു മഹാസമുദ്രമായി മാറുക എന്നാണ് പ്രകൃതിയിലെ ഓരോ കാഴ്ചകളും നമ്മെ പഠിപ്പിക്കുന്നത്.
കായൽ പുടവ ധരിച്ച ചെങ്കല്ല് ചേർത്ത് കെട്ടിയ പടവുകളിൽ പാദം തൊടുമ്പോൾ കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച തലമുറകൾ സംവദിച്ചു തുടങ്ങുന്നു. പ്രകൃതിയും മനുഷ്യനും ഒന്നായിരുന്ന കാലത്തെക്കുറിച്ച് മണ്ണിലെ പാദനിസ്വനം മന്ത്രിക്കുന്നു. കാലങ്ങളോളം ചെയ്ത തപസ്സിന്റെ ഫലമെന്നോണം ശാപമോഷം ലഭിച്ച് പൊട്ടിയടർന്ന അപ്പൂപ്പൻ താടികൾ പറന്നു നടക്കുന്ന കാടിനുമപ്പുറം വെളയൂർ, നടുവട്ടം, തിരുവേഗപ്പുറ ഗ്രാമങ്ങളിലേക്ക് കണ്ണും നട്ട് നാറാണത്ത് ഭ്രാന്തൻ നിൽക്കുന്നു. ഒരിക്കൽ ചുടുകാട്ടിലെത്തി രാത്രി വിശ്രമിക്കാൻ തുടങ്ങിയ ഭ്രാന്തൻ കനലുകൾ ഒരുക്കി ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങവേ പതിവ് നൃത്തത്തിനായി ചുടുകാട്ടിലെത്തിയ ഭദ്രകാളിയും പരിവാരങ്ങളും നാറാണത്ത് ഭ്രാന്തനെ കണ്ട് ഭയപ്പെടുത്താൻ നോക്കിയെങ്കിലും തെല്ലും ഭയമില്ലാതിരുന്ന അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ലേ എന്ന് മനസ്സിലാക്കി എന്ത് വരമാണ് താങ്കൾക്ക് വേണ്ടതെന്ന് ചോദിച്ചത്രേ. തന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തെ ആയുസ് കൂട്ടിത്തരണമെന്ന് ഭ്രാന്തൻ വരം ചോദിച്ചു. എന്നാൽ ആയുസ് കൂട്ടി നൽകാനുള്ള ശക്തി തനിക്കില്ലെന്ന് പറഞ്ഞ കാളിയോട് എങ്കിൽ തന്റെ വലതുകാലിലെ മന്ത് ഇടതുകാലിലേക്ക് മാറ്റിത്തരാൻ ഭ്രാന്തൻ പറഞ്ഞുവെന്ന് ഗ്രാമകഥകളും വിശ്വാസങ്ങളും പറയുന്നു. മലയുടെ മുകളിലെ ആൽമരത്തിന്റെ മുമ്പിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന 10 വസ്ത്രങ്ങൾ അണിഞ്ഞ സ്ത്രീ രൂപത്തെ പുല്ലരിയാൻ വന്ന സ്ത്രീകൾ കണ്ടതായും പിന്നീട് ക്ഷേത്രത്തിന് സമീപം അപ്രത്യക്ഷയായതായും ഗ്രാമം വിശ്വസിക്കുന്നു. ഗ്രാമത്തെ കാക്കുന്ന ദുർഗാദേവി അങ്ങനെ മലയുടെ മുകളിൽ കുടികൊള്ളുന്നു. രായിരനല്ലൂർ മലയിൽ വെച്ചാണ് നാറാണത്ത് ഭ്രാന്തന് ദേവീ ദർശനം ലഭിച്ചത്. ദുർഗാദേവിയുടെ 7 കാലടിപ്പാടുകളാണ് പ്രതിഷ്ഠ. അതിൽ 6ാമത്തെ കാലടിപ്പാടിൽ നിറയുന്ന വറ്റാത്ത ജലമാണ് തീർത്ഥമായി ഉപയോഗിക്കുന്നത്. വിഗ്രഹമില്ലാത്ത ക്ഷേത്രത്തിൽ ദേവിയുടെ കാലടിപ്പാടുകൾക്ക് മുന്നിലായി വാൽ കണ്ണാടിയുമുണ്ട്. ഭ്രാന്തന് ദേവി ദർശനം ലഭിച്ച തുലാമാസം 1-ാം തീയതി രായിരനല്ലൂർ മലകയറ്റമായി ആചരിച്ചു വരുന്നു. ജന്മങ്ങൾ എത്ര പിറവിയെടുത്താലും കണ്ടു തീരാനാകാത്ത അത്ര കാഴ്ചകളാലും കഥകളാലും സമ്പന്നമാണ് നമ്മുടെ ഗ്രാമങ്ങൾ. ഐതിഹ്യവും ചരിത്രവും വിശ്വാസവും ഗ്രാമകഥകളുടെ തമ്പുരുവിൽ ശ്രുതിയിട്ട് കാഴ്ചകൾക്കും കഥകൾക്കും ഈണമാകുന്നു. നമ്മുടെ ഗ്രാമങ്ങളുടെ ഈണമാണിത്. നമ്മുടെ പൈതൃകങ്ങളുടെ ഈണമാണിത്. ഈ ഈണമാണ് മറ്റു നാടുകളിൽ നിന്നും നമ്മെ വ്യത്യസ്തരാക്കുന്നത്. ഗ്രാമകഥകളുടെ ഈണം പകർന്ന് താഴ്വരയിലെ ഗ്രാമത്തിന് മുകളിൽ രായിരനല്ലൂർ മലയും നാറാണത്ത് ഭ്രാന്തനും കാവൽ വിളക്കാകുന്നു. ഇരുട്ട് നിറയുമ്പോൾ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഗ്രാമവിളക്ക്. തെളിഞ്ഞ പകലിലും മനസ്സിൽ നിറയുന്ന കൂരിരുട്ട് മാറ്റാനുള്ള വെളിച്ചം നിറഞ്ഞു വേണം ഭ്രാന്തനെ തേടിയെത്തുന്നവർ മലയിറങ്ങാൻ.